ഓരോ ഫൈനും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രിയായ ആദ്യ ദിനം പ്രസംഗിച്ചയാളാണ് പിണറായി വിജയൻ. തുടർച്ചയായി 8 വർഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടും ഫൈനുകൾ സെക്രട്ടേറിയറ്റിൽ ഉറങ്ങുകയാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ കണക്ക് പ്രകാരം 3 ലക്ഷം ഫൈനുകളാണ് സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത്. കെട്ടിക്കിടക്കുന്ന ഫൈനുകളിൽ വയനാട് ദുരന്ത സഹായത്തിനായി കേന്ദ്രത്തിൽ സമർപ്പിക്കേണ്ട PDNA റിപ്പോർട്ടിന്റെ ഫയലും ഉണ്ടെന്നതാണ് ഖേദകരം. ഈ ഒരു ഫയലിൽ മാത്രം ആയിരങ്ങളുടെ ജീവിതമാണ് ഉള്ളത്. IAS പോലും ചീഫ് സെക്രട്ടറിയുടെ അനാസ്ഥയുമാണ് PDNA റിപ്പോർട്ട് വൈകുന്നതിന്റെ പ്രധാന കാരണം. റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ട് ഒരാഴ്ചയായെങ്കിലും റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനു ശേഷമാകും കേന്ദ്രത്തിന് സമർപ്പിക്കുക. ഇനി എന്താണ് ഈ PDNA റിപ്പോർട്ട് എന്ന് നോക്കിയാൽ, ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് അനിവാര്യമാണ്. ദുരന്തത്തെ തുടർന്ന് പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനും ആവശ്യമായ തുക അടക്കമുള്ള വിശദ വിവരങ്ങൾ ഉൾപ്പെടുന്ന PDNA റിപ്പോർട്ടാണ് പ്രധാനമായും കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടത്. വയനാട് ദുരന്തത്തിന് പിന്നാലെ വിവിധ സാങ്കേതിക സമിതികൾ നടത്തിയ പഠന റിപ്പോർട്ടുകളിലെ കണ്ടെത്തലുകളും ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി സെക്രട്ടേറിയറ്റിലെ സമിതിയുടെ റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന PDNAയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ച് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇതിൽ പ്രധാനം. റോഡ്, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കേണ്ടതും ഇതിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം ഇവർക്ക് കൃഷിയും കച്ചവടവും ജോലിയും അടക്കമുള്ള ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയും നടപ്പാക്കേണ്ടതുണ്ട്. ഇവരുടെ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുന്നതിന് ബാങ്കുകളോട് ആവശ്യപ്പെടാൻ കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പ്രത്യേക ഇനമായി ഉൾപ്പെടുത്തണം. എല്ലാ ആവശ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള PDNA റിപ്പോർട്ടിൽ 2000-ലധികം കോടി രൂപ അനുവദിക്കണമെന്നാണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുക. മാനദണ്ഡ പ്രകാരം PDNA റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രം നേരത്തെ സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം കഴിഞ്ഞയാഴ്ച ചേർന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിനു ശേഷം നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനും ആവശ്യമായി വരുന്ന വിവരങ്ങളും തുകയും അടക്കമുള്ള റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഇതോടൊപ്പം കേന്ദ്രം നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ദുരന്തമെന്ന പദം ഒഴിവാക്കി നിയമത്തിൽ നിഷ്കർഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തീവ്ര ദുരന്തമെന്ന് തിരുത്തി നൽകും. എന്തായാലും എത്രയും വേഗം PDNA റിപ്പോർട്ട് നൽകേണ്ടതിന് പകരം ചുവപ്പ് നാടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടായത് അപലപനീയമാണെന്നത് പറയാതെ വയ്യ.